കണ്ണൂര് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു കലോത്സവ മേളകളിലെ ഏറ്റവും വലിയ വമ്പൻ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയെ അട്ടിമറി വിജയത്തോടെ മറിച്ചിട്ടുകൊണ്ട് കഴിഞ്ഞ തവണ കണ്ണൂർ ചാമ്പ്യനായത്. ആ നിമിഷം കലോത്സവ പ്രേമികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് കണ്ണൂരിൽ നിന്ന് ഇംഗ്ലീഷ് കിറ്റ് മത്സരത്തിൽ മത്സരിക്കാനെത്തിയ ടീമാണ്. എങ്ങനെയാണ് ഇത്തവണ കപ്പടിക്കുമോ? ഇപ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കും. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ചെറിയ മാർക്ക് വ്യത്യാസമുള്ളൂ. മാർക്ക് അവസാന മണിക്കൂറുകളാണ്, അട്ടിമറി വിജയങ്ങളാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ മത്സരം? എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ? മത്സരം നല്ല ടൈറ്റ് മത്സരമായിരുന്നു. എല്ലാവരും വ്യത്യസ്തമായ ആശയങ്ങളുമായിട്ടും പുത്തൻ രാഷ്ട്രീയങ്ങളുമായിട്ടും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായിരുന്നു നിങ്ങളുടെ സ്കിറ്റിന്റെ വിഷയം? എന്നായിരുന്നു? വുമൺ എംപവർമെന്റ്, നമ്മ തൊഴിലിടങ്ങളിലെ വുമൺ സേഫ്റ്റിനെ കുറിച്ച്. സ്കിറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു മാസ് ഡയലോഗ് ഒക്കെ ഉണ്ടാവില്ല. ആരാണ് ഇതിന്റെ അകത്ത് മാസ് ഡയലോഗ് അടിക്കുന്ന ആള്? എന്നാ പറയാ, മാസ് ഡയലോഗ് പറയുന്ന ആളുടെ പേരെന്താ? എന്നാ പറഞ്ഞോ. Sir, we women have only one demand, a basic one, the right to do work with freedom, without fear, without suppression. How many of us get that? You crucified me for telling the truth. Don't you have men at home? Your mother, sister, wife. I don't want your sympathy. What I need is a hand to raise. അങ്ങനെ മാസ് ഡയലോഗ് പറഞ്ഞപ്പോഴത്തെ ഇമോഷണൽ ഡയലോഗാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇത്തവണ കപ്പ് അടിക്കാൻ ഉള്ള ഇതുണ്ടാവും? എല്ലാവരും ഇപ്പോൾ പാലക്കാടും തൃശ്ശൂരും ഉണ്ടായിരുന്നു സ്കിറ്റ് മത്സരത്തിന്. അവര് കപ്പ് കൊണ്ടുപോകുമോ? നമ്മളതിനെടുക്കും, ഉറപ്പാണ്. മള്ളുവനാടിന്റെ കരുത്താണ് അതന്നെ. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. കണ്ണൂര് ചാമ്പ്യന്മാരാണ് കഴിഞ്ഞ തവണത്തെ. ചെറിയ മാർക്ക് വ്യത്യാസമുണ്ട്, 6 മാർക്കിന്റെ വ്യത്യാസമുണ്ട് ഒന്നാം സ്ഥാനവുമായി പാലക്കാട്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തൃശ്ശൂരുമായിട്ട്. ഏതായാലും കടുത്ത മത്സരം നടക്കുകയാണ്. സ്കിറ്റ് മത്സരമൊക്കെ നിർണായകമായ മത്സരമാണ്. ഇതിൽ ഫലമൊക്കെ അനുസരിച്ചിരിക്കും അവസാന വിധി വരിക. മത്സരങ്ങൾ തുടരുകയാണ്. ഇപ്പോഴും ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരടക്കമുള്ള എല്ലാ ടീമുകളും വലിയ ആവേശത്തിലും ആകാംക്ഷയിലുമാണ് അവസാന റിസൾട്ട് അറിയാൻ.